ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല ഇന്നത്തെ അപ്ഡേറ്റുകളിലേക്ക് പോകാം. 1/7/2024. അപ്പം കേരള സർവകലാശാല ജർമ്മൻ പഠന വിഭാഗം നടത്തുന്ന ജർമ്മൻ A1 ഡ്യൂഷ് A1 കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതുപോലെ ജർമ്മൻ പഠന വിഭാഗം നടത്തുന്ന ജർമ്മൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് 2024 അഡ്മിഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ദെൻ ജർമ്മൻ ഡിപ്ലോമ കോഴ്സ് അതും സ്റ്റാർട്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഹോമിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ജർമ്മൻ A1 ഡ്യൂഷ് A1 കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ 8000 രൂപയാണ് ഫീസ്. കാലയളവുകൾ 80 മണിക്കൂറാണ്, അതായത് 2 മുതൽ 3 മാസം വരെ. സമയം തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:30 മുതൽ 9 മണി വരെയാണ്. ആകെ സീറ്റ് 30ആണ്. അപേക്ഷാ ഫീസ് 105 രൂപ. ഓക്കെ. ആൻഡ് ജർമ്മൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ 2751 രൂപയാണ്. കാലയളവ് 1 വർഷം. അപേക്ഷാ ഫീസ് 105 രൂപ. രജിസ്ട്രേഷൻ ഫീസ് 105 രൂപ. ജൂലൈ 22 വൈകുന്നേരം 4:30 വരെ പാളയം സെനറ്റ് ഹൗസ് ക്യാമ്പസിലെ ജർമ്മൻ പഠന വകുപ്പ് ഫസിൽ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ദെൻ ജർമ്മൻ ഡിപ്ലോമ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ 2753 രൂപയാണ്. 1 വർഷമാണ് കാലയളവ്. 105 രൂപയാണ് അപേക്ഷാ ഫീസ്. രജിസ്ട്രേഷൻ ഫീസ് 105 രൂപയാണ്. യൂണിവേഴ്സിറ്റി കാഷ് കൗണ്ടറിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ജൂലൈ 22 വൈകുന്നേരം 4:30 വരെ നിങ്ങൾക്ക് പാളയം സെനറ്റ് ഹൗസ് ക്യാമ്പസിലെ ജർമ്മൻ പഠന വകുപ്പ് ഓഫീസിൽ അപേക്ഷ അവിടെ സ്വീകരിക്കുന്നതാണ്. ഇനി പരീക്ഷാ ഫീസാണ്. 2ാം സെമസ്റ്റർ BS സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി 2015 സ്കീം റെഗുലർ 2023 അഡ്മിഷൻ പരീക്ഷയ്ക്ക് ഫൈനലാണ്ട് ജൂലൈ 6 വരെയും 150 രൂപ ഫൈനോട് കൂടി ജൂലൈ 9 വരെയും 400 രൂപ ഫൈനോട് കൂടി ജൂലൈ 11 വരെയും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഓഗസ്റ്റ് 19 ആരംഭിക്കുന്ന 4, 6, 8 സെമസ്റ്റർ പെയിൻറ്റിംഗ് അപ്ലൈഡ് ആർട്ട് 10ാം സെമസ്റ്റർ പെയിൻറ്റിംഗ് അപ്ലൈഡ് ആർട്ട് BFA 2013 സ്കീം റെഗുലർ സപ്ലിമെൻ്ററി ആൻഡ് പെർസിസ്റ്റൻസ് 2000 അഡ്മിഷൻ മുതൽ പരീക്ഷകൾക്ക് ഫൈനില്ലാണ്ട് ജൂലൈ 5 വരെയും 150 രൂപ ഫൈനോട് കൂടി ജൂലൈ 9 വരെയും 400 രൂപ ഫൈനോട് കൂടി ജൂലൈ 11 വരെയും അപ്ലൈ ചെയ്യാം. പരീക്ഷാ വിജ്ഞാപനമാണ്. 3ാം സെമസ്റ്റർ പഞ്ചവത്സര MBA ഇൻ്റഗ്രേറ്റഡ് 2022 ആൻഡ് 15 സ്കീം റെഗുലർ സപ്ലിമെൻ്ററി പെർസിസ്റ്റൻസ് പരീക്ഷകളുടെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദെൻ നിങ്ങൾക്ക് നിലവിൽ വന്നിട്ടുള്ള റിസൾട്ടുകൾ അവയുടെ റീവാലുവേഷൻ സ്ക്രൂട്ടനിക്ക് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റും കാര്യങ്ങളുമാണ്. 1ാം സെമസ്റ്റർ BSc കമ്പ്യൂട്ടർ സയൻസ്, 1ാം സെമസ്റ്റർ BSc ഫിസിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ദെൻ BSc എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റൽ ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ്, BSc കെമിസ്ട്രി ആൻഡ് ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, ദെൻ 6ാം സെമസ്റ്റർ ത്രിവത്സര LLB ഇവയുടെയൊക്കെ തന്നെ റീവാലുവേഷൻ സ്ക്രൂട്ടനിക്ക് കൊടുക്കേണ്ട ഡേറ്റ് വന്നിട്ടുണ്ട്. ജൂലൈ 10 വരെയാണ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈം പീരീഡിനുള്ള നിങ്ങൾക്ക് റീവാലുവേഷൻ സ്ക്രൂട്ടനിക്ക് അപ്ലൈ ചെയ്യേണ്ട വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ. ദെൻ പാർട്ട് 3 BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ വൈവ വോസിയാണ് ജൂലൈ 6. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തിയ പാർട്ട് 1 BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആനുവൽ സ്കീം ഏപ്രിൽ 2024 സെക്ഷൻ പരീക്ഷയുടെ വൈവ വോസി ജൂൺ 7 നടത്തിയിരുന്നു. അന്നേ ദിവസം പങ്കെടുക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷ 2024 ജൂലൈ 6 ശനിയാഴ്ച രാവിലെ 9:30 മുതൽ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇനി കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകുന്നതിന് അവസരം വന്നിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ദെൻ 1ാം വർഷ ബിരുദ പ്രവേശനം 2024-25 സപ്ലിമെൻ്ററി കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റിൽക്കായി പുതിയ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും ഓപ്ഷൻ നൽകുന്നതിനും ഓൺലൈൻ അപേക്ഷയിൽ തിരുത്തൽ നടത്തുന്നതിനും 1/7/2024 മുതൽ 10/7/2024 വരെ അവസരം നൽകിയിട്ടുണ്ട്. ഡീറ്റെയിൽസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. സോ ഈ ഒരു ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അപ്പം പുതിയ ഇൻഫോർമേഷൻ യൂണിവേഴ്സിറ്റികളുമായി നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇൻഫോർമേഷൻസ് യൂണിവേഴ്സിറ്റി റിലേറ്റ് ചെയ്തിട്ട് അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.